I wear the color of the sunrise, but Okay. I am not the sun. I Okay. travel through every kitchen, yet I have no legs. I awaken silent mornings and turn ordinary meals into feasts. Just a small pinch of me is enough to bring families together. I am not a flower, but yet my fragrance spreads everywhere. I am not a memory, yet through me many old memories bloom. വലിയ റിഡിലാണ്, ചെറിയ ആൻസർ ആണ്. ഹൂ am I? ഇത് എളുപ്പമാണ് രേഖ. ഈസ്റ്റേൺ. വെൽക്കം. ഹായ്, ദിസ് ഇസ് രേഖ മേനൻ. വെൽക്കം ടു ഫേസസ് ക്വസ്റ്റ്യൻ. ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് ഈസ്റ്റേണിൻ്റെ ഫാക്ടറിയിലാണ്. താങ്ക് യു സോ മച്ച് പ്രിയ ഫോർ ഇൻവൈറ്റിംഗ് മീ. നമ്മൾ ഈ മണം, രുചി, നിറം ഇതിൻ്റെയൊക്കെ ഒരു കഥ അറിയാൻ വേണ്ടി ഇവിടെ വന്നതാണ്. നിന്റെ കൂടെ ഉള്ളത് ശിവപ്രിയ. ശിവപ്രിയ ഇസ് എ ഹെഡ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ. സോ ഒരു കാര്യം ചോദിച്ചോട്ടെ, സാധാരണ നമ്മൾ ഈസ്റ്റേൺ അത് നമ്മുടെ ഈസ്റ്റേൺ എന്ന് പറയും, റൈറ്റ്? ഈ നമ്മുടെ ആവാനായിട്ട് ഒരുപാട് കാലം പിടിച്ചിട്ട് നമുക്കറിയാം. ഈ നമ്മുടെ എന്ന് മലയാളി മനസ്സിൽ സ്വന്തമായിട്ട് കൊണ്ടു നടക്കാനും ഇതിന്റെ ജേർണി എവിടെയാണ് തുടങ്ങിയതെന്നും ഇപ്പം അതെന്താണ് കഥ? രേഖ പറഞ്ഞത് 100% ശരിയാണ്. കേരളത്തില് മലയാളികളുടെ ഒപ്പം വളർന്ന ഒരു ബ്രാൻഡാണ് ഈസ്റ്റേൺ. 1983 അടിമാലിയിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ ഫൗണ്ടർ ചെയർമാൻ എമി മീരാൻ സർ ഈ കമ്പനിയുടെ തുടക്കം ഇട്ടത്. ആൻഡ് അവിടെ നിന്നായിരുന്നു ഈ വലിയ യാത്രയുടെ തുടക്കം. ആൻഡ് ഞങ്ങൾക്കൊരു 40 ഇയേഴ്സിൻ്റെ ലെഗസി പീരീഡ് ഉണ്ട്. ആൻഡ് ഈ 40 ഇയേഴ്സിൽ കൂടെ ലക്ഷക്കണക്കിൻ്റെ വീടുകളിൽ ഞങ്ങളുടെ സാന്നിധ്യമുണ്ട്, ഈസ്റ്റേണിൻ്റെ പ്രസൻസ് ഉണ്ട്. ആൻഡ് വി ആർ വെരി ഹാപ്പി ഇൻ ഡിലൈറ്റിംഗ് കൺസ്യൂമേഴ്സ് വിത്ത് ഡെയിലി ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായി ഞങ്ങൾക്ക് അതെ ഒരു വി ഹവ് ഹാഡ് ആ പ്രസൻസ്. ദാറ്റ് ഇസ് ഒരു വലിയൊരു കാര്യമാണ്. ആൻഡ് ആൾക്കാരിത് കുട്ടിക്കാലത്ത് മുതൽ ഈസ്റ്റേൺ കണ്ട് വളർന്നതാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു അഭിമാനമാണ്. വി ഫീൽ റിയൽ ഗ്രേറ്റ് പ്രൈഡ് ആൻഡ് that is an emotional connection which we have with the people. And that is, that's what we treasure the most. ഈ 40 years in the യാത്രയിൽ ചില ട്രാൻസിഷൻസ് നടന്നിട്ടുണ്ട്. We very recently, some years ago, we have been acquired. ഒരു അക്വിസിഷൻ നടന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഈസ്റ്റേൺ ഓർക്ല കുടുംബത്തിന്റെ ഒരു ഭാഗമായി. ഓർക്ല പറയുന്ന ഒരു ബ്രാൻഡ് ഒരു നോർവീജിയൻ ബ്രാൻഡാണ്, നോർവീജിയൻ കമ്പനിയാണ്. അതിന്റെ കീഴിൽ ലോക പ്രശസ്ത ബ്രാൻഡ്സ് ലൈക്ക് MTR, ഓർക്ല ഫുഡ്സ്, ജോർഡൻ, അങ്ങനത്തെ പറയുന്ന ലോക പ്രശസ്ത ബ്രാൻഡ്സ് അതിന്റെ കീഴിലാണ്. ആൻഡ് ഈസ്റ്റേൺ ഇസ് ഓൾസോ വൺ ഓഫ് ദം. ആൻഡ് വേറൊരു മൈൽ സ്റ്റോൺ മൊമെന്റ് പറയാൻ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ നവംബറിൽ ഈസ്റ്റേൺ ഓർക്ല ഇന്ത്യ Indian stock exchange listed ആയി. So that is a big historic moment for us. അത് ശരിക്കും ഒരു അഭിമാനമുള്ള ഒരു നിമിഷം തന്നെയാണ്. So that has been our journey of 40 years. ഞാൻ ഈസ്റ്റേണിൽ ഒരു 14 years ആയി. Yes. ജീവിതത്തിൽ നല്ല ഭാഗം. Absolutely. I have spent 14 years with the company and seen all these transitions in my period. അത് പറഞ്ഞപ്പോഴാ എനിക്ക് ഈ ഫാക്ടറിയുടെ പ്രോസസ്സിലേക്ക് കയറുന്നതിന് മുമ്പേ അത് നിങ്ങൾ എന്നെ എല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നാലും പല പ്രാവശ്യം നമ്മൾ ഒന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിലൊക്കെ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ എന്താ പറയുക, കലർപ്പുണ്ട്, അതല്ലെങ്കിൽ എങ്ങനെയാണ് നല്ലതും ചീത്തയും കണ്ടുപിടിക്കാൻ പറ്റുക, എങ്ങനെയാണ് ഇതിൻ്റെ ഫേക്ക്നെസ് മനസ്സിലാകുന്നത്, ആൻഡ് ഹൗ ഡു യു ഗെറ്റ് ഒരു ടു ബൈ എ പൗഡർ, ഒരു ഇൻഫോംഡ് ഡിസിഷൻ എങ്ങനെയാണ് ഒരു കൺസ്യൂമർ എടുക്കാൻ പറ്റുക? അഗൈൻ രേഖ, എല്ലാവരുടെയും മനസ്സിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സംശയമുണ്ട്. രേഖയുടെ മാത്രമല്ല. അപ്പം ഞാനൊരു ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് പറയുമ്പോൾ ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, വി ആർ ഹിയറിങ് സോ മച്ച് ന്യൂസ്, ഇതിൽ സത്യമുണ്ടോ, ഇതെന്താണ് ഞങ്ങൾ കേൾക്കുന്നത്? സോ ദർ ഈസ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ എന്താ സോഷ്യൽ മീഡിയ വഴി കുറേ ഇൻഫർമേഷൻ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. ചില കാര്യങ്ങൾ ഐ വുഡ് സേ മേ ബി എക്സാജറേറ്റഡ്, ഓവർ എക്സാജറേറ്റഡ് ആയിരിക്കും. അതെ. സോ വി നീഡ് ടു ബി കെയർഫുൾ. നമ്മൾ കൺസ്യൂമേഴ്സ് ശരിക്കും നമ്മൾ കെയർഫുൾ ആയിരിക്കും അബൌട്ട് ദ ഇൻഫർമേഷൻ വി കൺസ്യൂം. അത് ഏത് സബ്ജക്റ്റ് ആയാലും അങ്ങനെയല്ലേ, നമ്മൾ എന്ത് മേടിക്കാനും എന്ത് ഡിസിഷൻ എടുക്കാനും ഐ തിങ്ക് വി ഷുഡ് ബി കെയർഫുൾ അബൌട്ട് ദ ഇൻഫർമേഷൻ ദറ്റ് വി ആർ seeing out in the platform and then make informed decisions, പ്രത്യേകിച്ച് ഫുഡിൽ. So I just want to ഒരു കാര്യം എനിക്കൊന്ന്
പറയാൻ തോന്നുന്നു. ദാറ്റ് ഈസ് പണ്ട് കാലത്ത് ആൾക്കാർ എന്താ പറയാ മുളക് വാങ്ങിക്കുന്നു, ക്ലീൻ വൃത്തിയാക്കുന്നു, എന്നിട്ട് പൊടിക്കുന്നു വീട്ടിൽ അത് ചെയ്യാറുണ്ട്. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ കുറെ ലൂസ് പൗഡേഴ്സ് വിൽപ്പനയിൽ ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് കുറെ ലൂസ് പൗഡേഴ്സ് വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടി സേഫ് ആണെന്നാണ് വിചാരം. പക്ഷെ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് കൺസ്യൂമേഴ്സ് നീഡ് ടു ബി കെയർഫുൾ അബൌട്ട്. ഒരു പാക്കറ്റ്, ഒരു ലേബിളിംഗ് ഇൻഫർമേഷൻ ഒന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ അതില് നമ്മൾ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. ലൈക്ക് അത് ആ മെറ്റീരിയൽ എവിടെ നിന്നാണ് വന്നത്, അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, അതില് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടോ, അതിലൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ബിക്കോസ് ദർ ഇസ് നോ ഇൻഫർമേഷൻ. സോ ഐ തിങ്ക് people need to be aware of that. And packaged products-ൽ എന്തായാലും നമ്മൾ ആ ഗൈഡ് ലൈൻസ്, റെഗുലേറ്ററി ഗൈഡ് ലൈൻസിൽ കൂടെയാണ് നമ്മൾ പ്രോഡക്ട്സ് ഇറക്കുന്നത്. അത് എന്താ പറയുന്നത്, റെഗുലേഷൻസ് അനുസരിച്ചാണ് നമ്മൾ പ്രോഡക്ട്സ് ഇറക്കുന്നത്. സോ വെൻ യു നീഡ് ആസ് എ കൺസ്യൂമർ, എനിക്ക് തോന്നുന്നു ഒരു പാക്കറ്റിന്റെ ആ ഉള്ള ഇൻഫർമേഷൻ ഉണ്ടോ, ലൈസൻസ് നമ്പർ ഉണ്ടോ, FSSAI ലൈസൻസ് നമ്പർ ഉണ്ടോ, ഒരു മാനുഫാക്ചറിംഗ് ഡേറ്റ് ഉണ്ടോ, എക്സ്പയറി ഡേറ്റ് ഉണ്ടോ, അതിന്റെ ബാച്ച് ഡീറ്റെയിൽസ് ഉണ്ടോ. സോ ഐ തിങ്ക് കൺസ്യൂമേഴ്സ് നീഡ് ടു ബി കെയർഫുൾ. നമ്മൾ ലൂസ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ ഈ ഒരു ലേബിളിംഗ് ഒന്നും ഇൻഫർമേഷൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ അത് ശരിക്കും നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. സാധാരണ ആൾക്കാർക്ക് ഇതിനെ കുറിച്ചൊരു ബോധവൽക്കരണം ഉണ്ടോ, അതെങ്ങനെ? വാട്ട് യു സീ ബിക്കോസ് യു ആർ ഇൻ ദിസ് ഇൻഡസ്ട്രി? ഐ തിങ്ക് മലയാളി കൺസ്യൂമറിന് നല്ല അവയർനെസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിചാരം. ബിക്കോസ് മലയാളീസ് ഐ തിങ്ക് ആർ വെരി കെയർഫുൾ. നമ്മൾ ഫാമിലിക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കുന്ന ആൾക്കാരാണ്. സോ ആൻഡ് വി ആർ അവെയർ. ഐ തിങ്ക് സംടൈംസ് ഇൻഫർമേഷൻ, പല സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ, പല ഇൻഫർമേഷൻ ഫ്ലോട്ട് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കാറുണ്ട്. സോ ദാറ്റ് is probably what I see as why people make this pettannoru different choices. So ee factory laano you work from here, you from Kochi office? Njan R&D center lana. Appo nyangade R&D center is called Emi Meeran Innovation Center. Adu nyangade founder inde peru thaneyana njangal innovation centers recently inaugurate cheyidu. And corporate office lana, nyangade corporate office Edappalliyilana. Okay, ഇവിടെയാണ് ഞങ്ങളുടെ മാനുഫാക്ചറിംഗ് ലൊക്കേഷൻ. സോ ഐ തിങ്ക് ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ച കാര്യങ്ങളില്ലേ, പാക്കറ്റ് പൊടികൾ എന്തൊക്കെയാണ്, ഏതൊക്കെ പ്രോസസ്സിൽ കൂടെയാണ് പോകുന്നതും, എന്തൊക്കെ ചെക്സ് ഉണ്ടാവുന്നതും, അതൊക്കെ രേഖയ്ക്ക് അത് കണ്ട് വിശ്വസിക്കണം എന്നാണ് എൻ്റെ തോന്നൽ. അയ്യോ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. എനിക്ക് മാർക്കറ്റിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മേടിക്കാൻ. ഓക്കെ, ഈസ്റ്റേണിന്റെ സ്പേസ് എവിടെയാണ് ഇതിൽ? 40 years ആയില്ലേ രേഖ, 40 വർഷമായി. നമ്മളെ എവിടെ പോവാനാ? വി ആർ വെരി മച്ച് ഹിയർ, വെരി മച്ച് ഇൻ ദ ഹാർട്ട് ഓഫ് മലയാളീസ്. ആൻഡ് ഞങ്ങള് എന്താ പറയാ, വി ആർ എ വെരി പ്രൗഡ് കേരള ബ്രാൻഡ്. ഓക്കെ രേഖ, ഇനി നമ്മളെ ഫാക്ടറിന്റെ അകത്ത് കയറാം. നമ്മൾ സംസാരിച്ചതുപോലെ സീയിങ് ഇസ് ബിലീവിംഗ്. Meet Ashwini. Hi Rekha, nice to meet you. Yes, let's go. Yes. Yeah. Hi Ashwini, thank you so much for taking me in the factory. And this is Ashwini Chavan, Chief Manufacturing Officer, sitting under the tree, having so much of fragrance around of different powders, masala I should say. And what is in your mind now? I am just wondering, how did you like the factory? I just loved it. It is very massive, and you told me about how all these really works in life, and I really want to understand. When you talk about quality, how does that relate to your day-to-day and the practice, and what is it so unique in your safety practices and the quality practices? Yeah, so for quality, for us it just doesn't start after the goods are produced. It starts right at the beginning, at the gate. So anything that enters into the factory needs to follow the basic quality checks, the quality standards, specifications that we have. So it starts actually from the suppliers.
don't buy from any supplier. We just buy from the approved vendors, Okay. and they are also audited and monitored by our procurement teams. Based on that, even after having approved vendors, we also do for every single batch that comes into the factory, we do quality checks. Okay. Like the sensory parameters, the fragrance, the flavor, whatever that we want in our finished good is ensured it comes from the raw materials, right? After that, if it doesn't follow any of one of those specifications, it just doesn't come in. Okay. It is as simple as that. Okay. And then it enters into the factory. At every stage, there is a check. Whether it is roasting, grinding, blending, packing. At every step, there are specifications which the product needs to meet. And only then it gets, packed and reaches the consumer in the form that we open it in our kitchens. So quality is end to end, and we have to follow these standards that Orkla has been following for the last many decades. Yeah. It has a decades of global experience, and those we basically help us to not just have the Indian norms or the Indian regulatory requirements. Okay. We also follow the global standards, Okay. because like I told you in the factory, there Yeah. are many products that we are selling to the multiple countries Okay. across the world, right? So that way we follow the European standards. So any quality check that we are doing here is monitored, it is regulated, and it is audited by the Orkla team as well. Yeah. And just recently, the Orkla quality system, the COE, the Center of Excellence, they were here for an audit, and they had really great things to say about the eastern factories, especially the Kothamangalam plant. Oh, nice. Yeah, so that is what quality is for us. We just ensure that whatever reaches our consumer is safe, it has the authentic flavor, and it follows the standards that we have set internally through Orkla, which are the European standards. Wow. What makes this fascinating? Actually, this factory is so massive. When we think about typically curry powder and this heaps of masalas. I don't know whether you know this movie called Mirch Masala. And it's made like, I think it was Smita Patil's movie where heaps and heaps of the red colored spices and chili powders. From there, she's just walking around. So this is something, is a visual which is from my childhood. But when I saw this, it's completely taken a different level altogether. So how was this facility or this factory is unique for you? Yeah, so it's nothing different for me as well. Before I actually entered into a masala factory, after I started working in Orkla India, I also had the same visual that it is, just turmeric, chili and coriander powders which are getting blended and made into a masala. But then when we actually see it happening at this scale that is happening in the factory, it cannot be like that, right? So we follow the standards. We ensure that most of the entire operation is actually automated and no touch. You must have seen it, right? So that ensures that the contamination risk is not there, and hygienic practices are maintained at the scale that we are operating the plant, because we are not making 1 kg, 2 kg, 5 kg of product. It is tons and tons of products that we have to make, and it needs to be made in the most hygienic form, so that there is no microbial contamination, there is no excess moisture. So that's why the automation helps us with the precision and also the consistency of the batch. So every batch will taste the same. So when we are talking about Eastern chicken masala, it needs to taste a particular way. I agree. Right? I always use that at home. So for that consistency, we need good technology and manufacturing practices and techniques, and that is what is unique in this factory. It is almost in the closed system, right from the cleaning to the roasting to the grinding to the packaging, and from there it gets dispatched to the in the tamper-proof packs. It gets dispatched to our depots where it ultimately reaches our consumers in the kitchen. So the entire aim is that we should have
the best pack Yeah. reaching every consumer. So that is what is unique here. As a personal question to you, when you enter your factory, I know that's not easy to enter with. You have to have a lot of gear, all the health and safety measures as well. But what is that excites you being a manufacturing officer entering the factory? Yeah, I think it's we use all of these products in the kitchen, but we don't know what goes on behind. Yeah. So that is what excites me, that the quality standards that we meet, and we are just trying to be right to our consumers, right? Where you put it, no? This is how we put the masala sometimes. Yes. Because when you read all the recipe books and said, "Oru nulla," I mean, just a pinch. But what and all happens behind I just saw this- today. Yes. So that is what excites me and all of us to, come to the factory to ensure that every single day we are following the safety and quality practices that are required by our consumers. Okay. And every product is safe to consume, so that Eastern brand goes higher and higher. Exactly. So one question, what all you manufacture in this factory? So Rekha, here we don't just manufacture for the products that we sell in Kerala or the rest of the Indian states. We are actually speaking to the world from this factory. So if you pick up any pack, Eastern pack from, let's say, Dubai, London, or even Toronto, there is a very high chance that that pack is manufactured in the Kothamangalam factory. We produce blended masalas. We pack pure spices in this particular unit. It's a very proud thing for us that there are these Arabic label products that we are now manufacturing in Kothamangalam. And we are not just catering to our Indian diaspora abroad now. Even the local Middle Eastern population is now turning to Eastern for their everyday local dishes, and they are using Eastern products for that, like the Kapsa spice mix, the 7 spices. All of those are getting manufactured in Kothamangalam. I have both the women in front of me. I'm so happy to have both of you in the same frame. ഞാനേ നമ്മുടെ ഫാക്ടറി കണ്ടപ്പോൾ അതിൽ ഒരു ബോർഡ് കണ്ടു, അതിന്റെ BRGCS. അതെന്താണ്? രേഖ, ഇപ്പോൾ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഒരു കമ്പനിക്ക് സർട്ടിഫിക്കേഷൻസ് ഉള്ളത് കൺസ്യൂമേഴ്സിന് ഒരു മനസ്സമാധാനം തരുന്ന ഒരു കാര്യം തന്നെ ആണ്. ബിക്കോസ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ആ കമ്പനി മാത്രം പ്രോഡക്ട്സിനെ പരിശോധിക്കുന്നില്ല, അതിൻ്റെ പുറമെ വേറൊരു ഗ്ലോബൽ എക്സ്റ്റേണൽ ഏജൻസിയും കൂടിയാണ് ചെക്ക് ചെയ്യുന്നത്. ആൻഡ് BRCGS ഒരു ഗ്ലോബലി ഉയർന്നൊരു സർട്ടിഫിക്കേഷനാണ്. Yes, it is. And we have a lot of certifications. You would have seen a lot of multiple certifications. And BRCGS is one of the most difficult certifications to achieve. And our certification vary pala കാര്യങ്ങൾ check ചെയ്യപ്പെടാറുണ്ട്. Like this incoming raw materials, quality controls, processes, allergen controls. അതിൽ പല areas of audits അതിലുണ്ട്. And it's one of the very difficult certifications to achieve. ആൻഡ് ഈസ്റ്റേണിനെ സംബന്ധിച്ചോളം ഇതൊരു വൺ ടൈം സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ വൺ ടൈം അറ്റംപ്റ്റ് അല്ല. ഇത് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ വർഷം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. എല്ലാ കൊല്ലം ഞങ്ങൾ ഈ പല ഓഡിറ്റ്സ് ഫേസ് ചെയ്യാറുണ്ട്. ആൻഡ് ദർ ആർ all of these systems are being checked during those audits. So that is the importance of these certifications. അതെ. അപ്പോൾ എല്ലാ ബ്രാൻഡ്സിനും ഇത് ബാധകമല്ലേ? ആൻഡ് ഇപ്പോൾ നേരത്തെ ശിവപ്രിയ പറഞ്ഞ മാതിരി ഇപ്പോൾ നമ്മൾ ലൂസ് പൗഡേഴ്സ് മേടിക്കുമ്പോഴും അതിനൊക്കെ തന്നെ ഇങ്ങനെയൊരു ഇതില്ല. അപ്പോൾ ഹൗ ഡസ് ദാറ്റ്, അതെങ്ങനെ ബാലൻസ് ചെയ്യാം? Of course, there are small unitsനൊക്കെ ഇങ്ങനത്തെ ഉള്ള സർട്ടിഫിക്കേഷൻസിന് ആക്സസ് ഉണ്ടാവില്ല. They don't have the പ്രോസസ് കൺട്രോൾസ്, അതിനുള്ള സയൻറ്റിഫിക് ആയിട്ട് പരിശോധിക്കുന്ന ലബോറട്ടറികളില്ല. So definitely as a established player, these processes are very important for every brand. And when you talk about the certifications and kuda thane varunna technology, I'm sure that you also have these elements of technological advancement. So how does technology enhance this in the next phase of your business? See, ഇത് ഞങ്ങളുടെ ബിസിനസ് മാത്രമല്ല, ഏത് ഏരിയ നമ്മൾ നോക്കുവാണെങ്കിൽ ടെക്നോളജിയുടെ ഇന്റർവെൻഷൻസ് ഇപ്പോൾ ഉണ്ട്. സോ ഇൻ മാനുഫാക്ചറിങ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് വരുന്നത്
ഓട്ടോമേഷനും കൊണ്ടാണ്, സൊഫിസ്റ്റിക്കേറ്റഡ് എക്വിപ്മെൻറ്റും കൊണ്ടാണ്. ആൻഡ് അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൺസിസ്റ്റൻസി ഓഫ് ബാച്ചസ്, പ്രിസിഷൻ ആൻഡ് കൺട്രോൾ, എല്ലാ പ്രോസസ്സിൽ ചെക്ക് പോയിന്റ്സ്, അതിൽ നിന്ന് വരുന്ന ഡേറ്റ, that is the biggest thing. The data that comes out from all of these technologies is what helps us. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പുതിയ യുവതലമുറകൾ നമ്മൾ എന്താ പറയുക, അങ്ങനത്തെ കൺസ്യൂമേഴ്സിനെ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ വി നീഡ് ടു നോ വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ്. അതെ, അപ്പോൾ ഇങ്ങനത്തെ ഡിജിറ്റൽ സോഷ്യൽ ലിസണിങ് ഇൻസൈറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ ത്രൂ ഇ-കോം പ്ലാറ്റ്ഫോംസും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വഴിയാണ് നടക്കുന്നത്. സോ ദാറ്റ്സ് വെയർ ദിസ് പ്ലേസ് എ ബിഗ് റോൾ. പുതിയ പ്രെഫറൻസസ്, ആൾക്കാരുടെ പുതിയ ടേസ്റ്റ് പ്രെഫറൻസസ്, രുചികൾ, അവർ ഫുഡ് ഉണ്ടാക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനത്തെ ഉള്ള ഇൻഫർമേഷനൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ശരിക്കും ടെക്നോളജിയുടെ യൂസ് ആവശ്യമുണ്ട്. അതെ. Talking about both of you in actually a male dominated space, and you Ashwini and Shivapriya, both of you are in this industry, in a manufacturing, in an R&D and operation space. And how does that shape your career in terms of being in the very, I mean, I will not say male dominated, but predominantly it was, and right now the tables have changed. And how do you see that your career being shaped up? Yeah, I think in manufacturing, when I started my career, I used to be probably the only person who is a female in that entire factory with a strength of almost 700 My goodness. people, right? This is like, I studied in a boys' college with 3 girls. So Yeah. it's like, and then I joined Asianet, it was 50 men and 3 women. So the same thing. Yes, it is very lopsided, or it was very lopsided. So both of us being here as the heads of our function says a lot about the culture of the organization that we are working with. And not just at the top. So if we saw in the factory, right, 75% of the employees here are females, and all of us, including them, are also homemakers, right? So we cook for our families, and the same level of care we bring it into the factory when we produce the finished goods, the products that we sell to the consumers. So that I think for us, both of us, the mandate is much bigger than just performing well and delivering results. I think the mandate for us is, if more number of people, especially women, see that fields like operations, R&D, manufacturing are available for your careers to blossom, and you can do equally well, if not better. I think we have an edge where we can do much better, especially in food. I think that is our, if we are able to achieve that, it's much more than just delivering results or performing well as such. So that is the mandate that we are holding on our heads. So ഇവിടെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു, ഏകദേശം അവരുടെ ഇന്ററാക്ഷൻസ് എങ്ങനെയാണ് വിത്ത് 3 എംപ്ലോയീസ് ആയിട്ട്? രേഖ, ഐ തിങ്ക് വെൻ യു ഗോട്ട് ഇൻ, കയറിയപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഈ ഒരു രേഖ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ ഒരു മിത്താണെന്ന് തോന്നിയിട്ടുണ്ടാവും. മാനുഫാക്ചറിംഗിൽ വിമൻ ഉണ്ടാവാറില്ല എന്നാണ് പൊതുവെ ഒരു അഭിപ്രായം. പക്ഷേ യു വിൽ സീ എ ലോട്ട് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ഹിയർ. ആൻഡ് വാട്ട് അശ്വിനി ജസ്റ്റ് സെഡ്, ഷോപ്പ് ഫ്ലോറിലും ഫാക്ടറിയുടെ അകത്തും ഓഫീസസിലും ലാബിലും വി സീ എ ലോട്ട് ഓഫ് വിമൻ പാർട്ടിസിപ്പേഷൻ ഹിയർ. ഐ തിങ്ക് വി ഹവ് ബീൻ വെരി ഫോർച്ചുനേറ്റ് ദാറ്റ് വേ. Eastern allows that space. And when I joined Eastern, when I walked in, ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വെൻ ഐ സോ ദാറ്റ് ദ വിമൻ ഇൻ ദ ഷോപ്പ് ഫ്ലോർ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് ദ സെയിം വർക്ക് ലോഡ് ആസ് വാട്ട് എ മെയിൽ കൗണ്ടർ പാർട്ട് വുഡ് ഡു. ഇപ്പോൾ ഈ ഫാക്ടറിയിൽ, കോതമംഗലം ഫാക്ടറിയിൽ, വിമൻ ഹാവ് ബീൻ ട്രെയിൻ ടു ഈവൻ ഓപ്പറേറ്റ് ഫോക്ക് ലിഫ്റ്റ്സ്. സോ അതൊരു വലിയ കാര്യം തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് വെരി എൻകറേജിങ് ടു സീ. ആൻഡ് ജസ്റ്റ് അശ്വിനി പറഞ്ഞ പോലെ ആ റോൾസ് ആർ ജസ്റ്റ് നോട്ട് ടു കം ഹിയർ ആൻഡ് ജോലി ചെയ്യുന്ന മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ ടു എൻകറേജ് വിമൻ, ദ യങ്ങർ വിമൻ, ദാറ്റ് ദേ ക്യാൻ ഒരു ഉയർന്നു പോകാനുള്ള ഒരു അവസരമുണ്ട്. ദേ ഷുഡ് ആസ്പയർ, ആൻഡ് ദർ ഇസ് ദ opportunity for that. That is what we want to, I think we would like to I'm taking you from convey. a factory to നിങ്ങളുടെ വീട്ടിലേക്ക്. എനിക്കറിയാം, like in the lab, what is cooking nowadays?
Lots of stuff, Rekha. Being in the product development area, it's a very exciting space. ഒരു സൈഡ് സയൻസ് ആണ്, പക്ഷെ മറ്റേ സൈഡ് ശരിക്കും നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ചുമ്മാ ഒരു പല പൊടികൾ ഇങ്ങനെ വേ ചെയ്തിട്ട് കമ്പൈൻ ചെയ്യുന്ന കാര്യമല്ല. ഇറ്റ് ഈസ് ആക്ച്വലി എ പ്രോഡക്റ്റ് ദാറ്റ് ഹാസ് ടു ബി ടേസ്റ്റഡ്. സോ കുക്കിംഗ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അവസാനം നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ശേഷം ടെസ്റ്റുകളൊക്കെ ചെയ്ത ശേഷം അപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് മെനി ട്രയൽസ് ആൻഡ് ടു ഗെറ്റ് ദ റൈറ്റ് ടേസ്റ്റ്. പല ട്രയൽസ് ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ വെൻ വി ആർ ഹാപ്പി വിത്ത് ദ ടേസ്റ്റ്, ഞങ്ങളുടെ ഓഫീസിൽ ഒരു ഇന്റേണൽ പാനൽ ഗ്രൂപ്പ് ഉണ്ട് ഓഫ് ഓഫീസ് എംപ്ലോയീസ് where they come and taste. There are chefs who are involved in this process. Yeah. And after everything we test it out. Consumers item nammal test cheyyarundu. So application is a very very important something part. is cooking. Adu enikku endha ariyilla. From here I'm taking you to home. Ningal ningade veetil how do you use Eastern your product? For me, my favorite is fish. I'm Okay. from the coastal region of Maharashtra. Okay. So I've been using the fish masala and it is just Yeah. amazing. Amazing. Yeah. I have to say it's amazing, but it is good. I also agree. And what about I you? think Rekha, for me, I think I carry experimentation even at home. വീട്ടിലും ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അതെ ഇത് ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ പ്രോഡക്റ്റിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. ആൻഡ് ദോസ് കൈൻഡ് ഓഫ് തിങ്സ് I experiment with my family also. And if you open the fridge, you will see all of Eastern products. And favorite products are the chicken masala. Yeah. And we have launched some new products recently, 5-minute breakfast ranges, Madhuram, Oh, nice. Payasam ranges. So Okay. you'll see all of that in my Your fridge. shelf. Okay. Yeah. Ashwini, one of the things I keep hearing about is the pesticides and residues in this produce. So how do you handle that here? Rekha, my relatives and friends keep asking this question. So it's good that we, talk about it openly. First of all, we have to clarify that no brand or no company adds pesticides during processing inside the factories. The pesticides, if at all there are any, come right from the farm stage. Farmers use pesticides during the agricultural stage, and from there we get the pesticides into the spices or the all the spices that we are using over here, right? So what we are doing in Eastern and in Orkla, India, is that we work with the farmers, almost 1,000 of them, where we are training them on safe and sustainable farming practices so that the quantity of pesticides used by them is minimized right at the beginning. Yeah, and with that, after it comes to our factories, I've already spoken about how it is the food safety part is embedded at every check, at every level that we are doing inside the factory. And as a mother of a 2-year-old, I think twice, thrice about food safety before feeding anything to her or to my family, right? So we take a lot of care with regards to food safety for every pack that reaches the consumer. Right. So it starts from the farm, it comes to the factory, in our process, in our labs, all of it is checked, and only then it goes to the consumer. If it doesn't meet the criteria, it doesn't go. Yeah, so it's a non-negotiable. ഇതിനെ കൂടുതൽ പറയാനുണ്ടോ ഇതില്? Yes, 14 വർഷമായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അതെ രേഖ. ആൻഡ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ഒരു കോൺവെർസേഷൻ നടത്തിയ പോലെ ഇതിലും പല മിസ്കമ്മ്യൂണിക്കേഷൻസും മിത്സ് ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഇമ്പോർട്ടൻറ്റ് കോൺവെർസേഷൻ ടു ഹാവ്. ആൻഡ് അശ്വിനി പറഞ്ഞ പോലെ അത് ഓപ്പൺ ആയിട്ട് നമ്മൾ സംസാരിക്കണം. ഫാമേഴ്സിൻ്റെ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്യാറുണ്ട്. അറ്റ് ദ ടൈം ഓഫ് സോഴ്സിങ് റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഫാമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാണ്. പെസ്റ്റിസൈഡ്സ് ശരിക്കും യൂസ് ചെയ്യുന്നത് ക്രോപ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഫാമേഴ്സ് അതിനാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് ഏത് അളവിൽ യൂസ് ചെയ്യണം ആ ഒരു ഗൈഡൻസ് കൂടി നമ്മൾ വർക്ക് ചെയ്യാറുണ്ട് വിത്ത് ദ ഫാമേഴ്സ്. ആ ഇൻഫർമേഷൻ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും, സോ ദാറ്റ് ദേ ഓൾസോ ഡോണ്ട് ഹാവ് എനി ലോസ്. അറ്റ് ദ സെയിം ടൈം അവർ റെഗുലേഷൻസും പാലിക്കുന്ന രീതിയിൽ അവർക്ക് പ്രൊഡ്യൂസ് ഇറക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഞങ്ങളും സഹായിക്കാറുണ്ട്. രേഖ, പ്രിസർവേറ്റീവ്സ് ഇപ്പോൾ എസ്പെഷ്യലി ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ഞങ്ങളുടെ ഒരു പുതിയ പ്രോഡക്റ്റ് റേഞ്ച്. പലരുടെയും വിചാരം
കൺവീനിയൻസ് പ്രോഡക്ട്സ് ആകുമ്പോൾ, എളുപ്പത്തിൽ വരുന്ന പ്രോഡക്ട്സ് ആകുമ്പോൾ എന്തെങ്കിലും പ്രിസർവേറ്റീവോ എന്തെങ്കിലും ഉണ്ടാവും. അതാണ് ഒരു സാധാരണ ആൾക്കാരുടെ ഒരു തോട്ട് പ്രോസസ്സ് അല്ലേ. ബട്ട് വി ആർ വെരി പ്രൗഡ് ടു സേ ഞങ്ങൾ കുറേ പുതിയ പ്രോഡക്ട്സ് ഇറക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒരു 5-minute ബ്രേക്ക്ഫാസ്റ്റ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്. ആൻഡ് ദോസ് 5-minute ബ്രേക്ക്ഫാസ്റ്റ് റേഞ്ചസ് ആ കേരള ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് പ്രോഡക്ട്സ് തന്നെയാണ്. ഇൻ വിത്ത് കീപ്പിംഗ് ദ ടേസ്റ്റ്, ആ സെയിം ട്രഡീഷണൽ ടേസ്റ്റ് വെച്ചുകൊണ്ട് ഒരു കൺവീനിയൻറ്റ് ഫോമാറ്റിൽ 5-minute പ്രിപ്പറേഷൻ സ്റ്റെപ്പ് വഴി എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ടു ദ ബിഗ്ഗസ്റ്റ് പോയിന്റ് ഇസ് വിത്തൗട്ട് എനി പ്രിസർവേറ്റീവ്സ്. അത് ടെക്നോളജി വഴി, സെലക്ഷൻ ഓഫ് ദ റൈറ്റ് ഇൻഗ്രീഡിയൻസ്, ദാറ്റ് സ്പെസിഫിക് ഇൻഗ്രീഡിയൻറ്റ് പ്രോസസ്സ് വഴി അങ്ങനെയാണ് ഞങ്ങൾ ഡെവലപ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ വി ആർ വെരി പ്രൗഡ് ഓഫ് ദാറ്റ് ഫാക്ട് as well. I'm so happy that I'm talking to you International Women's Day, where 2 women and entire Eastern family making millions of people's life simple and relatable. ഞാനൊരു കൺസ്യൂമർ ആണ്, അതിൻ്റെ കൂടെ തന്നെ കുറേ ആൾക്കാരും, ആൻഡ് എസ്പെഷ്യലി when you talked about your women power and your women employees and their camaraderie, and I like the way you both complementing your career, because one is in operation, one is in manufacturing and in new product development, so you have to talk a lot, and I think I'm so happy that I met you this time in March. Thank you, Rekha. Thank you for joining us, and thanks for the interview. Yeah. Thank you.